ഞാനൊരു ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിച്ച ഒരാളാണ്. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പൊ അവരതിനെ എതിർക്കുകയായിരുന്നു. അവരത്രയും കാലം അവരോട് നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷെ എന്റെ ഒരു മാരേജ് കഴിഞ്ഞ ശേഷം എനിക്ക് വീട്ടുകാരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. മാരേജ് കഴിഞ്ഞ ശേഷം അവർക്ക് അതിനോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ മതത്തെയാണ് എപ്പോഴും മുൻകൂട്ടി നിൽക്കുന്നത്. ഇപ്പൊ 2.5 വർഷമായി. വീട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആയിരങ്ങളോളം വരുന്ന കുടുംബക്കാരുടെയും അയൽവാസികളുടെയും ബന്ധുമിത്രങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ആശീർവാദത്തോടെ സുന്ദരമായൊരു കല്യാണ പന്തലിൽ നിന്ന് ജന്മം തന്ന നിന്റെ ഉമ്മക്കും ഉപ്പക്കും കവിളത്തൊരു മുത്തം കൊടുത്തിട്ട് നീ അവിടെ നിന്ന് പടിയിറങ്ങുന്നതിനേക്കാളുള്ള ഒരു ആനന്ദം 4 ചുമരുമൂലകൾക്കുള്ളിൽ കൂടിയിട്ട് 10 ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ചിട്ട് സൈൻ ചെയ്തിട്ട് 2 പൂമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണിഞ്ഞാൽ ആ ആനന്ദം നിനക്ക് കിട്ടുമോ? അതൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് മനസ്സമാധാനം നൽകില്ല. നിനക്ക് വേണ്ടതും പ്രിയപ്പെട്ടതും നീ വാശി പിടിച്ചതെല്ലാം ഇല്ലാത്ത ക്യാഷും മുടക്കി നിനക്ക് വാങ്ങി തന്നിട്ട് ഒരു കല്യാണ പ്രായമാകുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും സമ്മതമില്ലാതെ അന്യൻ്റെ ഒരുത്തൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉപ്പാന്റെ കണ്ണുനീരിന് തുല്യം വെക്കാൻ ഈ ലോകത്തെ എത്ര വെള്ളങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയാലും അതൊരിക്കലും തുല്യമാവുകയില്ല. നെഞ്ച് പൊട്ടി തകരുന്ന ഒരു ഉപ്പാന്റെ കണ്ണുനീരിനും അത് തുല്യമാകില്ല. നെഞ്ച് പൊട്ടി കണ്ണീരൊഴുക്കുന്ന ഉമ്മാന്റെ കണ്ണുനീരിലെ ചൂടിനെ തണുപ്പിക്കാൻ ഈ ലോകത്തിലൊരു വെള്ളത്തിനും സാധിക്കില്ല. സ്വാതന്ത്ര്യമുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമുള്ളവരോട് കൂടെ ജീവിക്കാനും പ്രണയിക്കാനും സ്നേഹിക്കാനും എനിക്ക് ഫ്രീഡം ഉണ്ടല്ലോ എന്ന് ആശയുദിച്ച് മനസ്സിൽ കൊത്തി നടക്കുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത്. 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് നീ പുറപ്പെട്ടത് മുതൽ നിനക്ക് ആവശ്യമുള്ളതും വേണ്ടതും നീ വാശി പിടിച്ചതും നീ ആഗ്രഹിച്ചതും മുഴുവൻ സാധിപ്പിച്ചു തന്ന ആ ഉമ്മയുടെയും ഉപ്പയുടെയും തൃപ്തിയും സമാധാനവും സന്തോഷവും കളഞ്ഞു കുളിച്ചിട്ട് നീ ആ പിടിച്ചു പോകുന്ന കൈകരങ്ങൾ നിന്റെ ഭാവി കാലത്തെ സന്തോഷിപ്പിക്കാനും ഹാപ്പിയാക്കാനും സാധിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി.